മുഴുവനായിട്ടും കേൾക്കാതെ പോകരുത് കേട്ടോ. കുറച്ച് നാൾ മുന്നെയാണ് എൻ്റെ ഒപ്പം പഠിച്ചൊരു ഫ്രണ്ടിനെ ഞാൻ കണ്ടു, ഓളെ ഭർത്താവിന്റെ കൂടെ. അപ്പൊ അന്ന് ഞാൻ എൻ്റെ മുടിയൊക്കെ ഷോർട്ടാക്കി വെട്ടി എന്തൊക്കെയോ ഒരു കോലത്തിൽ ഇങ്ങനെ നടക്കുകയാണ്. ഭർത്താവിനെ നോക്കി പറയാണ്, എന്താ വർഷൻ്റെ ഒരു സ്റ്റൈല്, എന്താ ഒരു ലുക്ക്, എൻ്റെ കോലം നോക്കി, എന്ത് കോലം എൻ്റെതെന്ന് സ്വന്തം ഭാര്യനോട്. പൊതുവെ എന്നെ ആരെങ്കിലും ഒന്ന് പൊക്കി പറഞ്ഞാൽ ഞാൻ ഊറ്റം കൊള്ളാറുണ്ട്. പക്ഷെ അന്ന് എന്താണെന്ന് അറിഞ്ഞൂടാ, എനിക്ക് ഊറ്റം കൊള്ളാൻ പറ്റിയില്ല. ഈ സിറ്റുവേഷൻ എങ്ങനെ ഒന്ന് ലൈറ്റ് ആക്കുന്ന ആലോചിച്ചിട്ട് ഞാൻ ഇങ്ങനെ ആകെപ്പാടെ ഇറങ്ങാറായി നിൽക്കായിരുന്നു ഓളെ മുമ്പിൽ. ഞാൻ അങ്ങനെ ആലോചിക്കായിരുന്നു. പ്ലസ് ടു കഴിഞ്ഞപ്പോൾ ഓളെ കല്യാണം കഴിഞ്ഞ് പോകാൻ പറഞ്ഞു, പഠിക്കാൻ പോകണ്ട, വീട്ടിലിരുന്നാൽ മതിയെന്ന്. ഓള് കേട്ടു, വീട്ടിലിങ്ങനെ കുറച്ചായി ഇരുന്നപ്പം ഓള് ഗർഭിണിയായി. അങ്ങനെ 1 പ്രസവിച്ചു, പിന്നെ 2 പ്രസവിച്ചു, പിന്നെ 3 പ്രസവിച്ചു. അങ്ങനെ അപ്പം ചുട്ടതുപോലെ ഓൻ്റെ 3 മക്കളെ ഓള് പ്രസവിച്ചു. ആ വീട് നോക്കണം, ആ വീട്ടിലത്തെ പ്രായമായ ഇൻലോസിനെ നോക്കണം, 3 മക്കളെ പഠിപ്പിക്കണം, തിന്നാൻ കൊടുക്കണം, കുളിപ്പിക്കണം, എല്ലാ കാര്യങ്ങളും ചെയ്യണം, ഭർത്താവിനെ നോക്കണം, വീട് വൃത്തിയാക്കണം. ഇതിനൊന്നും ഒരു തരത്തിലും ഹൗസ് ഹെൽപ്പോ കുക്കോ എന്ന് വേണ്ട ഒരു വിധത്തിലുള്ള സഹായവും ഈ വ്യക്തിക്കില്ല. ഇങ്ങനെയൊക്കെ മരിച്ചു കിടന്ന് പണിയെടുത്തിട്ട് ഓളോട് പറയുകയാണ്, എന്ത് കോലാണ് എൻ്റെത്. പ്ലസ് ടു കഴിഞ്ഞിട്ട് ഓളെ പഠിക്കാൻ വിടാണ്ട് കല്യാണം വെച്ച് വീട്ടിലിരുത്തിയിട്ട് 3 മക്കളാക്കി കൊടുത്തിട്ടുള്ള ഉത്തരവാദിത്വം ഭാരങ്ങളും പണിയൊക്കെ തലയിലിട്ട് കൊടുത്തിട്ട് അതിനൊന്നും ഒരു വിധത്തിലുള്ള സഹായം കൊടുക്കാണ്ട് ഇതൊന്നും ഇല്ലാത്ത എന്നെ നോക്കിയിട്ട് ഓൻ പറയുക ഇന്നെ കണ്ടുപിടിക്കുന്നു. സൂപ്പർ. പിന്നെ കേൾക്കുന്ന ഒരു കാര്യമാണ്, 1.5 മിനിറ്റ് റീലും 1/2 മണിക്കൂർ യൂട്യൂബ് വ്ളോഗൊക്കെ കണ്ടിട്ട് എൻ്റെ ഭാര്യ ഇങ്ങനെയല്ല, എൻ്റെ ഭാര്യ ഇത്ര പെർഫെക്റ്റ് അല്ല, എൻ്റെ ഭാര്യയ്ക്ക് ഇത്ര വൃത്തിയില്ല, എൻ്റെ ഭാര്യ ഇത് നന്നായിട്ട് കുക്ക് ചെയ്യില്ല, എൻ്റെ അമ്മ ഇങ്ങനെയല്ല, എൻ്റെ അച്ഛൻ ഇങ്ങനെയല്ല, എൻ്റെ ഭർത്താവ് ഇങ്ങനെയല്ല, എൻ്റെ മറ്റോൻ ഇങ്ങനെയല്ല. അപ്പോൾ ഞാനൊരു കുക്കിംഗ് വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്ന കാര്യം എൻ്റെ കിച്ചൺ ഒന്ന് ബേസിക് ആയിട്ടൊന്ന് പ്രസൻറ്റബിൾ ആക്കി വെക്കും എന്നുള്ളതാണ്. അപ്പോൾ ആൾക്കാർ വിചാരിക്കും നമ്മളെ വീട് ഫുൾ ടൈം വൃത്തിയാണ്, നമ്മളെ കിച്ചൺ അടിപൊളിയാണ്, നമ്മൾ നന്നായിട്ട് കുക്ക് ചെയ്യും, ഞാൻ ഫുൾ ടൈം ഇങ്ങനെ ഫ്ലോലെസ്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന 3, 4, 5 മക്കളുള്ള ആൾക്കാർ അവർ പാഷൻ ഫോളോ ചെയ്യുന്നവർ ഭയങ്കര പാഷൻ ഡ്രിവൺ ആയിട്ടുള്ള ആൾക്കാരാണ്, അവർ കരിയർ ഫോക്കസ്ഡ് ആണെന്നൊക്കെ പറയുന്ന ആൾക്കാരുടെ വീട്ടിൽ 4ഉം 5ഉം ഹൗസ് ഹെൽപ്പും കുക്കും അതേപോലെ തന്നെ സപ്പോർട്ടിങ് സിസ്റ്റം ഭയങ്കര ഫെസിലിറ്റീസ് ഉണ്ടാവും. ഈ ഫെസിലിറ്റീസ് ഒന്നും ഇല്ലാത്ത നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന ഒരാൾ ഇവരെ പോലെ അണിഞ്ഞൊരുങ്ങി നടക്കണം, പ്രസൻറ്റബിൾ ആയിട്ടിരിക്കണം, കരിയർ ഫോക്കസ് ചെയ്യണം, വീടും കുട്ടിയും പറമ്പും അതും ഇതും എല്ലാം ഒരുമിച്ച് നോക്കണം, നിങ്ങൾക്ക് ഒരിക്കലും എവിടെയും അവകാശപ്പെടാൻ പറ്റില്ല. എനിക്ക് ഒരു പണി എടുക്കേണ്ട ആവശ്യമില്ല, എനിക്ക് ആരും നോക്കാനില്ല, കുട്ടികളിലെ മക്കളിലെ കുടുംബമില്ല, ഒന്നുമില്ല. ഞാൻ ഒറ്റ തടിയാണ് എന്ന് പറഞ്ഞാൽ ഒറ്റ തടിയാണ്. ഓരോരുത്തർക്കും ഓരോ ഡിഫറെൻറ്റ് ലൈഫാണ്, അവരുടെ കാര്യങ്ങളും ലൈഫൊക്കെ ഭയങ്കര വ്യത്യാസമാണ്. അപ്പം ഈ ഉള്ള വർത്താനം പറഞ്ഞ് വീട്ടിലിരിക്കുന്ന ആൾക്കാരെ വെറുതെ അടങ്ങാറാക്കി ഉള്ള കഞ്ഞിയോട് മുട്ടിക്കാൻ നിൽക്കേണ്ട ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കും. ഒരു സ്ത്രീ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന രീതി എത്ര വ്യക്തമായിട്ടാണ് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തന്നതല്ലേ.